വേണുഗോപാലകൃഷ്ണൻ, നമുക്ക് പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. വിവിധ വിഷയങ്ങൾ ചേർത്ത് വെച്ചാണ് നമ്മൾ പൂക്കി ഓക്കെയാണോ എന്ന ചോദ്യത്തിലേക്ക് ഇന്ന് എത്തിയത്. മുഖ്യമന്ത്രി വൈറലാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം പിന്തുണ ലഭിച്ച ശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയത് എന്നതും കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ടോ? ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളം അടിസ്ഥാനപരമായി ആവശ്യപ്പെടുന്നത് സത്യസന്ധതയാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ആ സത്യസന്ധത എത്രത്തോളം വി.ഡി. സതീശൻ പാലിച്ചു എന്നത് അദ്ദേഹം പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ പറയുന്ന വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞ സാഹചര്യം, അത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനെ അനുസ്മരിച്ചു എന്നാണ്. അമ്മയെ അനുസ്മരിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ സാങ്കേതികമായത് കഴിയാത്തതുകൊണ്ട് മനസ്സിൽ ധ്യാനിച്ചു എന്നാണ്. അദ്ദേഹം മാതൃകാപരമായി ചെയ്യേണ്ടിരുന്നത് അച്ഛനെയും മനസ്സിൽ ധ്യാനിക്കുകയായിരുന്നു. കാരണം ഒരു മകൻ അച്ഛന് കൊടുക്കുന്ന സമ്മാനമല്ല മുഖ്യമന്ത്രി സ്ഥാനമെന്ന് പറയുന്നത്. ജനം വി.ഡി. സതീശൻ എന്ന പൊതുപ്രവർത്തകനെ ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചുമതലയാണത്. അതിൽ രണ്ട് പേരേ ഉള്ളൂ, മുഖ്യമന്ത്രിയും ജനങ്ങളും. അതിനിടയിൽ അച്ഛനും മകനും ഒന്നുമില്ല. ഇവർ വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മരുമകനിസം ഉണ്ടല്ലോ, അതിനുശേഷം പുതിയ സർക്കാർ വരുമ്പോൾ മകനിസവും വേണ്ട. മരുമകനിസത്തെ എങ്ങനെയാണോ ജനങ്ങൾ തള്ളിയത്, അതുപോലെ മകനിസത്തെയും ജനങ്ങൾ തള്ളും. കാരണം ഇത്തരം ബാന്ധവങ്ങളല്ല ജനാധിപത്യത്തിൽ പ്രധാനമായിരിക്കുന്നത്. അതിൽ പ്രധാനമായിരിക്കുന്നത് ഭരണകർത്താവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം മാത്രമാണ്. അതുമാത്രമാണ് ജനാധിപത്യത്തിൽ ഏക ശരി. അപ്പൊ അതുകൊണ്ട് ദാമോദര മേനോൻ എന്നൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു നുണയുണ്ട്. അദ്ദേഹം MLA ആകുന്നതിന് മുമ്പ് മാതാപിതാക്കൾ പോയി. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ എത്തിയത് അവര് എങ്ങനെ കാണുമായിരുന്നു, അതൊക്കെ ഒരു മകന് സ്വന്തം നിലയിൽ ആലോചിക്കാം. ഇപ്പോൾ വി.ഡി. സതീശൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയാകുന്നു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം വിവിധ ക്ഷേത്രങ്ങളിൽ പോയി. നമുക്ക് ആർക്കും അതിനകത്ത് വിയോജിപ്പില്ല. പക്ഷേ ഈ ക്ഷേത്രത്തിലെ എല്ലാ സാധനങ്ങളുമായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന് അത് അവിടെ എവിടെയെങ്കിലും സ്ഥാപിച്ചിട്ട് ആ കസേരയിൽ ഇരുന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ ഇതിൽ എവിടെ വരെ പോകാം എല്ലാ കാര്യങ്ങളിലും എന്നതിൽ ജനാധിപത്യപരമായ പരിധികളുണ്ട്. വി.ഡി. സതീശന് അത്തരം പരിധികളും പരിമിതികളും ഉണ്ട് മുഖ്യമന്ത്രി ആയതിനു ശേഷം എന്ന് സ്വയം ബോധ്യപ്പെടണം ഇനിയെങ്കിലും. അപ്പോൾ അദ്ദേഹം MLA ആയപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. MLA ആയപ്പോൾ ഉള്ള സത്യവാചകം ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. അദ്ദേഹം ഇന്ന് ഈ തിണ്ണനിരങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ചല്ലോ, എന്നെ അങ്ങനെ കോട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു തെളിവുണ്ടോ നിങ്ങൾക്ക് എന്ന്. സാങ്കേതികമായി അത് അംഗീകരിക്കുന്നു എന്ന് വിചാരിക്കുക. ശരി, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇപ്പുറത്ത് പറയുന്ന കാര്യമോ? നിങ്ങൾ ഈ ദാമോദര മേനോൻ എന്നത് MLA ആയി സത്യവാചകം ചൊല്ലുമ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ. അന്ന് അച്ഛനെ മറന്നുപോയോ? അതോ അന്ന് അച്ഛനെയും അമ്മയെല്ലാം മനസ്സിൽ മാത്രം ധ്യാനിക്കുകയാണോ ചെയ്തത്? അവനവന്റെ സന്ദർഭത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കേണ്ടതല്ല അച്ഛനോടുള്ള ആദരവ്, അമ്മയോടുള്ള സ്മരണ. അപ്പൊ അതുകൊണ്ടാണ് പച്ച നുണ ഇത്തരം കാര്യങ്ങളിൽ പറയുന്ന ഒരു മുഖ്യമന്ത്രിയായി അദ്ദേഹം അധപ്പതിക്കരുത് എന്ന് ഈ ദാമോദര മേനോൻ പ്രയോഗത്തിൽ വി.ഡി. സതീശനോട് പറയാനുള്ളത്.